ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മോർണിംഗ് റൂട്ടീൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ അതിൻ്റേതായ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് ഉണ്ടാക്കാറ്. 8 മണിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 6:30 മണിക്ക് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും. ഒരു ചായ കുടിച്ചിട്ട് അങ്ങനെ പോകും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ്. പുട്ടുപൊടി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ കടലക്കറിയും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. രാത്രി കുതിർത്ത് വെച്ച പുഴുങ്ങലരിയാണിത്. ചോറുണ്ടാക്കുന്ന പുഴുങ്ങലരി. ഇത് കുതിർത്ത് വെച്ചിട്ട് രാവിലെ ഇങ്ങനെ കഴുകിയിട്ട് ഞാനിങ്ങനെ അരിപ്പയിലിട്ട് വെക്കാറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇനി കടലക്കറി ഉണ്ടാക്കാനുള്ള കടല ഞാൻ രാത്രി കുതിർത്ത് വെച്ചതാണ്. അതും കൂടി കഴുകിയെടുക്കാം. കടലക്കറിയിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ്, വലിയുള്ളിയുടെ പകുതി ഭാഗം, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി വേണം, പച്ചമുളക്, ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വലിയുള്ളിയുടെ പകുതി പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണവും, പിന്നെ 2 പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി അടുത്തത് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ചെറിയ സ്പൂണാണെങ്കിൽ 4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. വലിയ സ്പൂണാണെങ്കിൽ 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 4 വിസിൽ വന്നാൽ ഇത് വെന്ത് വരും. കുതിർത്തിയ കടലയാണല്ലോ, അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശെ അരി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കാറ് ഇങ്ങനെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. കുറച്ച് നേരം ഒന്ന് അടിച്ചെടുത്തിട്ട് മുകൾ വശത്തുള്ളതും കൂടി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. മുകൾ വശത്ത് ഇങ്ങനെ പൊടിയാതിരിക്കുന്നുണ്ടാവും, അതും കൂടി തട്ടിക്കൊടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് പുട്ടുപൊടി പൊടിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് കുഴക്കാം. പിന്നെ ഇതിൽ ഒരു സ്പൂണ് വേണമെങ്കിൽ മാത്രം, ഒരു സ്പൂണ് നനവില്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ വെള്ളം ചേർത്തിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ. ജസ്റ്റ് ഒന്ന് കഴുകി വെക്കാനുള്ള പാത്രങ്ങളേ ഉള്ളൂ.
മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ചിട്ട് ഇപ്പം തന്നെ അതൊന്ന് കഴുകി വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. പിന്നേക്ക് വെച്ചാൽ അത് മടിയായിരിക്കും, പിന്നെ പണി കൂടും. അപ്പോൾ ഇപ്പം തന്നെ അതൊന്ന് കഴുകി വെച്ചേക്കാം. ഇനി പുട്ടുണ്ടാക്കാം. തേങ്ങ ഇട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പുട്ടും കുറ്റി നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ വെക്കുന്ന പുട്ടും കുറ്റിയാണിത്. അപ്പോൾ കടല ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ആ കടല അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയാണ് പുട്ടും വെച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, പുട്ട് റെഡിയാകും. അപ്പോൾ ഞങ്ങൾക്ക് 1.5 കുറ്റി പുട്ട് ആവശ്യമുള്ളൂ. ഞാനും 2 മക്കൾക്കും ഉള്ള പുട്ടാണിത്. ഇതിൻ്റെ കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് വെച്ചാൽ പുട്ട് റെഡിയാവും. പുട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പഞ്ചസാര കൂട്ടി തന്നെ കഴിക്കാം. അപ്പോൾ പുട്ട് ഞാൻ എൻ്റെ മോനിക്ക് കൊടുക്കുകയാണ്, ചെറിയാൾക്ക് കൊടുക്കുകയാണ്. അവന് കറിയൊന്നും വേണ്ട. അപ്പം പഞ്ചസാര കൂട്ടിയിട്ട് പുട്ടിങ്ങനെ കഴിക്കും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ മോൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. മൂത്ത ആൾ മദ്രസയിൽ പോയിരിക്കുകയാണ്. മൂത്ത മോന് അവന് 7 മണിക്ക് മദ്രസയിൽ പോയി. ഇപ്പം ഞാനും ചെറിയ മോനും മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ ഇവിടെ. അപ്പോൾ അടുത്ത പുട്ടും കൂടി നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന ടൈമിന് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ട്, എനിക്കുള്ള ചായ. മൂത്ത മോൻ്റെ ഫേവറേറ്റാണ് പുട്ടും കടലക്കറിയും. അവന് ഭയങ്കര ഇഷ്ടമാണ്. അധിക ദിവസവും ഞങ്ങൾ പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പുട്ടുണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഇനി കടലക്കറി വറവിടാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മുടെ കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനും ചായ കുടിച്ചു. ഇനി പാത്രങ്ങളൊന്ന് കഴുകി വെക്കാം, കിച്ചണൊന്ന് ക്ലീൻ ആക്കിയിടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പമുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.